ഞാനിവിടെ എൻ്റെ സ്വന്തം വീട്ടിൻ്റെ അടുത്ത് വന്നിട്ടായുള്ളത്. നമ്മളെ അടുത്ത ബന്ധു മരിച്ചിട്ടുണ്ട്. അടുത്തേക്ക് വന്നതാണ്. ആദ്യമായിട്ട് ഇങ്ങനൊരു യാത്ര വന്നതാണ്. നമ്മളൊരു കുളം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എന്താ നമ്മൾ ചെറുപ്പത്തിൽ ഈ കുളത്തിലാണ് നമ്മൾ തുള്ളി കളിച്ചതല്ലതാ. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ വീടും. നമ്മൾ ചെറുപ്പത്തിൽ സ്ഥിരം വന്ന് കുളിക്കുന്ന കുളമാണ് തുള്ളി മറിയുന്ന കുളം ഉണ്ടല്ലേ. ഇവിടെ ഒരു പഴയ വീടുണ്ട്. ആ വീട് ഇതുപോലെ ഉണ്ട്, അത്രേ മാറ്റിയിട്ടില്ല. ഉണ്ടല്ലേ, അതാ പഴയ വീടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു ഓർമ്മ വല്ലാത്തൊരു ഫീലാന്ന്. പഴയ വീട് പൊളിക്കാണ്ട് വീടുണ്ടതാ. മക്കളെല്ലാം വേറെ വേറെ ആയി. എല്ലാം ഓരോരോ മക്കളെ വീടുകളാണ്. വലിയ വലിയ പറമ്പാണ്. നമ്മൾ അതിൽ അങ്ങ് ചാടി വരും. ഇനിയിപ്പം ഇതിനൊന്നും വഴി ഉണ്ടാവില്ല. എത്രയോ കൊല്ലങ്ങളായി, എത്രയോ കൊല്ലം, 10-25 കൊല്ലം തന്നെ ഈ വഴി വരാണ്ട്. നാട്ടിൽ ഞാൻ റോഡുമ്പിലേക്ക് കയറിയിട്ട് മെല്ലെ നടന്ന് നമ്മളെ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് കാണിക്കാം. ചീറ്റ എന്നാണ് പറയലിട. ചീറ്റ പൂക്കാനം, ഇതാണ് ചീറ്റ അല്ലേ. നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇതെല്ലാം ഒരാളെ സ്ഥലമാണ്. ഇതായിട്ടില്ലേ, ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. ഇതെല്ലാം ഒരാളെ പറമ്പാണ്. ഇതെല്ലാം കല്ല് കുത്തുന്ന, പണ്ടേ പഴയ ആൾക്കാർ കല്ല് കുത്തിയിട്ട് പണാന്ന് പറയില്ലേ, കല്ല് കുത്തുന്നത്, ചെങ്കല്ല് കുത്തുന്നത് പണയാണ്. ഇതാണ് എൻ്റെ ഏട്ടനും കുഞ്ഞുമോട്ടനും കല്ല് കുത്തി കുറേ കാലം കിടന്ന് അപ്പുറത്തോടൊപ്പം കിടന്നല്ല കല്ല് കുത്തി പണയാന്ന്. ഇതുണ്ടല്ലേ, കുഴിയുണ്ട്. അതാണ് അതിലിപ്പോൾ നിർത്തിയുടെ വീടായി. പഴയ കാലത്ത് എല്ലാവരും ഇവിടുന്നാണ് കല്ല് കുത്തൽ, പഴയ ആൾക്കാരെല്ലാം ഉണ്ടല്ലേ. ഉണ്ടല്ലേ, അതാ എല്ലാം പണ്ടേ ചെങ്കല്ല് കുത്തിയ സ്ഥലമാണ്. ഇന്നങ്ങോട്ട് കൂക്കാനായി. പോട്ടാ, ഒന്ന് വീട്ടിലേക്കും കൂടെ പോയിട്ട് പോവാം. ഇപ്പോൾ അത് നേരെ റോഡ് വീട്ടിലേക്കാണ്. നമ്മളെ വീട്ടിലേക്ക് എത്തുകയില്ലേ പോയാലതാ. മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ട് ഇതെല്ലാം നല്ല കുടുംബക്കാരാണ് വരെ ഇല്ലേ. വേണ്ട എടുത്ത് നോക്കിയാൽ ഇതെല്ലാം അവർ തന്നെ. കുറേ മക്കളുണ്ട്. അതിൽ ഒരാളെൻ്റെ സ്കൂളിൽ പഠിച്ചതാണ്. നേരത്തെ ഒരു മോളെ ഭർത്താവാണ് ഇന്ന് മരിച്ചത്, നാരായണ മാഷ്. എൻ്റെ മോളെ ഭർത്താവിൻ്റെ അമ്മാവനും കൂടിയാണ് മാഷ്. എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്, നാട്ടുകാരെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ആരോടും പറയാണ്ട് വന്നതാണ്. ഇനിയൊക്കെ എനിക്ക് ഇങ്ങനെയൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ കളിച്ച് വളർന്ന സ്ഥലം അല്ലേ. നമുക്ക് കൂടെ നിന്ന് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, നമുക്കൊരുപാട് കഥയാണ് നമ്മളത്. ചെറുപ്പകാലം ആരുമില്ലാത്ത, അമ്മയില്ലാതെ വളർന്നത് അമ്മയല്ലേ. ഇവരെല്ലാം നമ്മളെ പ്രിയപ്പെട്ടവരാണ്. ഞാനിത് ഇടും കേട്ടോ, നിങ്ങൾ നേരിടുന്നു. ഞാനിത് ഇടും, യൂട്യൂബിൽ കണ്ടോ എല്ലാവരും കേട്ടോ. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണിതാ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവരെല്ലാം നമ്മളെ സംരക്ഷിച്ചവർ. നമ്മളമ്മ ഇതാ, ഇതെല്ലാം എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലത്തെ ഇതാ തമ്പായി. കണ്ടില്ലേ, അതാ എൻ്റെ സ്വന്തം വീടിൻ്റെ ഇതാ അയൽവക്കാന്ന്. ഇതെല്ലാം കണ്ടില്ലേ, ഇതാ നെല്ലെല്ലാം ആക്കിയിട്ട് എൻ്റെ ഏടത്തിയമ്മയും എൻ്റെ സുഹൃത്ത് എൻ്റെ സ്വന്തം ഇവർ രണ്ടാളും കൂടി ഇതാ കൃഷിയാക്കിയിട്ടുണ്ട് അവിടെയെല്ലാം.
ഇവിടെ ഒരു കുണ്ടുണ്ട് വേണ്ടേ നമ്മൾ ഇല്ല വെള്ളമെല്ലാം എടുത്ത് വയ്ക്കൽ അങ്ങനെയല്ല. സുഖനും കഴിയുന്നില്ലല്ലോ അല്ലേ? അതെയാ ഇതാണെന്താ എൻ്റെ സ്ഥലമാണിത്. വേണ്ട കങ്ങു ഇതെല്ലാം ഒന്നിനും വരലില്ല. എല്ലാ ഏട്ടൻ തന്നെയല്ല നോക്കൽ. ഇതെല്ലാം എൻ്റെ നമ്മളെ പ്രാണിയത്തിക്ക് ഉണ്ടല്ലേ. എല്ലാവരും എൻ്റെ നാട്ടുകാരെയും ബന്ധുക്കളെല്ലാം കണ്ട സന്തോഷം ഇന്ന്. ഇനി ഇങ്ങനെ ഇരിക്കുക വരണ്ട. ഉണ്ടല്ലേ. ഇവിടെയാന്ന് പണ്ട് നമ്മൾ ഒരു 10 ചതുര മാവുണ്ടായിനിടാ. അതിൻ്റെ മാങ്ങയാന്ന് അത് പറിക്കാനും കൂടെ നമുക്ക് അവകാശം ഉണ്ടായിട്ട് അന്ന് ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പച്ചവെള്ളവും പച്ച മാങ്ങയും ഇതെല്ലാം ഒരു ഓർമ്മയാണ്. അങ്ങനെയാണ് നമ്മളെ ഒരു ജീവിതം ഉണ്ടായിനിടാ. നമ്മൾ ചെറുപ്പം അങ്ങനെയാണ്. ഒരു കിണർ കണ്ടോ? അന്നേരമില്ലേ കിണറായത് വേണ്ട. ഈ വെയിലായതുകൊണ്ട് കാണില്ല. കാണാൻ ഇതാണ് കിണർ ഉണ്ടല്ലേ. നമ്മളെ കിണറായത് പൂഴിയ നടിയെല്ലാം ഏതാണ് പറമ്പ് നമ്മളെ ഉണ്ടല്ലേ. ഏട്ടനും ഭാര്യ ഇല്ലും ഇടാം. മോള് വേറെയാണ് കല്യാണം കഴിച്ചുകൊണ്ട് എടുത്ത്. നമ്മളെ വേണ്ട എല്ലാം നല്ല പറമ്പാണ്. ഇവിടെയെല്ലാം നല്ല സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം. ഇതാണ് വീട് പൊളിച്ച് ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചിനേ ഇല്ലു. ദൂരത്തെ വീട് തന്നെ. സോഫയിൽ ഇരിക്കുന്നത് അടുത്ത അമ്മ എൻ്റെ സുഹൃത്ത്. എന്നാൽ ഇന്നത്തെ ഞാൻ മതിയാക്കിയേ. ഇനി വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇന്നിപ്പോൾ കാടല്ലേ എപ്പോഴെല്ലാം കാണിച്ചു തരാം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായ മുമ്പേ. ഇതാണ് എൻ്റെ സ്വന്തം വീട്. ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഇന്ന് വരാനില്ലേ. ഇന്ന് അങ്ങോളം റോഡാണ്. ആ റോഡിലേ അതിപ്പോൾ നടന്നു വന്നത്. മുമ്പേ വെറും കണ്ടുണ്ടായത് റോഡായി. ഇപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക.